എവരിവൺ, മണ്ണാത്തി വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് അതിനൂതനമായ ഒരു ബിസിനസ് ആശയത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു കണ്ടെയ്നർ ഫുഡ് കോർട്ട് സംരംഭം. അതെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും കണ്ടെയ്നറുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു ഫുഡ് കോർട്ട്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സംരംഭം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. സംരംഭത്തിന്റെ പേര് വൈബ് എന്നാണ്. അതായത് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ ഫുഡ് കോർട്ട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വൈബിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വൈബ് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു 3 സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ്. അവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. ഈ സംരംഭം പരിചയപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു പുതിയ ബിസിനസ് ആശയം കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോപ്പിംഗ് മാൾസിലും മെട്രോ സിറ്റികളിലും മാത്രം കണ്ടുവരുന്ന ഒരുതരം കൾച്ചർ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് ഈ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ കാഴ്ചപ്പാട്. അതായത് ഒരു കുടക്കീഴിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കടകളെ അണിനിരത്തിക്കൊണ്ട്, ഫുഡിന്റെ കടകളെ അണിനിരത്തിക്കൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്. ഇത് പുറം രാജ്യങ്ങളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. നമ്മുടെ ഈ സംരംഭത്തിന് പിന്നിലുള്ള സംരംഭകരെ ഒന്ന് പരിചയപ്പെടുന്നതാണ്. പേര് പറഞ്ഞോളൂ. എന്റെ പേര് അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ. അതെ, അബ്ദുൽ ഖാദറും മറ്റു രണ്ടുപേരും കൂടി ഉണ്ടല്ലേ? ഫൈസല് പിന്നെ സനീസ്. ഓക്കെ, നിങ്ങൾ 3 പേര് ചേർന്നിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കോൺസെപ്റ്റിന്റെ പിന്നിലേക്ക് വന്നത്? നിങ്ങൾ എങ്ങനെ 3 പേരും ചേർന്നിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നോ, അതോ ഇതിനെ കുറിച്ചിട്ട് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് തന്ന ഐഡിയ ആണോ ഇതിനെ കുറിച്ച്? അല്ല, വേറെ തന്ന ഐഡിയ ഒന്നുമില്ല. നമ്മള് എന്തെങ്കിലും ഒരു പുതിയ പരിപാടി തുടങ്ങണമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്ന് അപ്പൊ ഇങ്ങനെ ഒരു പ്ലോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് കാര്യമില്ല. വ്യത്യസ്തമായ ഒരു സംഭവം നമ്മുടെ മേഖലയിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ തുടക്കം തൊട്ടേ വ്യത്യസ്തതയാണല്ലോ. കാരണം വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ ഫുഡ് കോർട്ടാണ് അല്ലെ നമ്മൾ ഈ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഇപ്പൊ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. പക്ഷെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ അടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് മാറി നമ്മള് അതിൽ നിന്ന് ഒരു വ്യത്യസ്തത കൊണ്ടുവരാനാണ് കണ്ടെയ്നറിലേക്ക് പോയത്. ഷിപ്പിംഗ് കണ്ടെയ്നറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് സൈസിലുള്ള കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? 40 ഫീറ്റ് കണ്ടെയ്നർ. എല്ലാം 40 ഫീറ്റ് കണ്ടെയ്നേഴ്സ് ആണ്. അപ്പൊ ഒരു ഷോപ്പിന് കൊടുത്തിരിക്കുന്ന 40 ഫീറ്റ് കണ്ടെയ്നർ ആണോ പറഞ്ഞത്, അതോ ഒരു കണ്ടെയ്നർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്? ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ നമ്മൾ 4 ആക്കിയിരിക്കുകയാണ്. അപ്പൊ 4 ഷോപ്പിനാണ് ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. ഈ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ആശയം തന്നെ നമ്മൾ കണ്ടിരിക്കുന്ന വല്ല ഷോപ്പിംഗ് മാൾസിലോ ഇല്ലെങ്കിൽ മെട്രോ സിറ്റികളിലോ ഒക്കെ മാത്രം ഉള്ള ഒരു ആശയമാണ്. ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനെ കുറിച്ചിട്ടൊരു സക്സസ് റേറ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? അത് എന്താണ്, സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പൊതുവെ നമ്മുടെ ഈ നിലവിലെ ഒരു അവസ്ഥയില് വ്യത്യസ്തമായ സംഗതികള് ജനങ്ങൾ പൊതുവെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അതെ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ജനറേഷൻ മാറ്റങ്ങൾ ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും ഒരു വെറൈറ്റികൾ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു തോന്നിയതിൽ. കാരണം വെച്ചാൽ ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വന്നിരിക്കുന്ന കടകളിൽ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കടകളാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണമായിട്ട് മറ്റൊരെണ്ണത്തിന് മാച്ചിങ് ഇല്ല. ഒരാൾ വിൽക്കുന്ന സാധനങ്ങളല്ല മറ്റാൾ വിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത്രയും കടകളെ നിങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചാലഞ്ചിങ് ഫാക്ടർ അല്ലായിരുന്നു? ഒരുപാട് എൻക്വയറി വന്നെങ്കിലും നമ്മളത് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ കട ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളങ്ങനെ എല്ലാ എൻക്വയറിയും അറ്റൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഷോപ്പ് ഇപ്പൊ അടുത്തൊരു പുതിയ ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവരുടെ മെനു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ഇവിടെ കോമ്പറ്റീഷൻ വരുന്നില്ല അല്ലെങ്കിൽ വ്യത്യസ്തമാണെന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഭാഗത്ത് നമ്മൾ അപ്രൂവൽ ചെയ്യും. അപ്പൊ നിങ്ങൾ മെനു തൊട്ട് ഫിൽറ്ററിംഗ് തുടങ്ങിയതാണ്? അതെ, എങ്കിലല്ലേ നമുക്ക് അങ്ങനെ വ്യത്യസ്തമായിട്ട് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും ഞാനും അപ്പോഴും ചിന്തിച്ചു, ഇത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരാൾ വിൽക്കുന്ന സാധനം ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന 12 കടകളുണ്ടെങ്കിൽ 12 കടകളിലും ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അത് നമ്മള് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന പോലെ ഇതൊരു ഫുഡിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി, ഫുഡ് കോർട്ട് എന്ന രീതിയിൽ അല്ലെ? അതിന് ഫിൽട്ടർ ചെയ്ത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കുറെ ദിവസങ്ങൾ എടുത്ത് ഫിൽട്ടർ ചെയ്ത് എടുത്താണെന്നുള്ളത് കാണുമ്പോൾ അതിന്റെ ഒരു കോൺസെപ്റ്റും അതിന്റെ ഒരു അറേഞ്ച്മെന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാല് 9-10 മാസത്തോളമായി നമ്മൾ ഈ പ്ലോട്ട് എടുത്തിട്ട് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇത് റണ്ണിങ്ങിലേക്ക് എത്തിയത്. ഈ 10 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ നിങ്ങൾ ഇതിനകത്ത് ഇതിന് തീർച്ചയായിട്ടും ഈ പ്ലോട്ട് റെന്റഡ് പ്ലോട്ട് ആയിരിക്കും ആദ്യം. അപ്പൊ റെന്റ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുമല്ലോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതാ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ 10 മാസത്തെ റെന്റ് ഉൾപ്പെടെ ഇനിഷ്യൽ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ എന്താണെങ്കിലും ഒരു പുതിയ സംരംഭമാണ്. ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ആശംസകൾ. നല്ല രീതിയിൽ തന്നെ പോട്ടെ. നല്ല കോൺസെപ്റ്റ് ആണ്, നല്ല സ്പോട്ടാണ്, സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു. ഓക്കെ.
ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കോർട്ടിന്റെ ഉള്ളിലേക്ക് കടന്ന് അതിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കട, ചായ സ്പോട്ട്. നല്ല ഉഗ്രൻ ചായയാണ്, ഞങ്ങൾ കുടിച്ചു നോക്കിയതാണ്. നല്ല ഉഗ്രൻ ചായയാണ്. ഇവിടെ ചായ, സ്നാക്സ് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന കടയാണ്. നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കടകളാണ്. നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാ കാറ്റഗറിയിലും വരുന്ന കടകൾ ഇവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഐസ് ബേയുടെ ഒരു ഫ്രാഞ്ചൈസിയാണ്. ഐസ് ബേയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐസ്ക്രീംസും മറ്റ് ഐസുകളും എല്ലാം ലഭിക്കുന്നതാണ്. പിന്നെ അടുത്തത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷവർമ സ്പോട്ടാണ്. ഷവർമയും കബാബ്, ഗ്രിൽസ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെതായ ഒരു ഷോപ്പ്. പിന്നെ ഇപ്പുറത്ത് ബ്രൂസ് ആൻഡ് ബ്രോഡ്സിൻ്റെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു സ്മൂച്ചയുടെ ഷോപ്പ് വന്നിട്ടുണ്ട്. അതിനപ്പുറത്തൊരു ഷോപ്പിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി പാരഡൈസ് കേരള ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞ ബിരിയാണി പാലസാണ്. അവിടെ കേരള ഐറ്റംസ്, കറികളും ചപ്പാത്തിയും ബിരിയാണിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബർഗേഴ്സിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു കട വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഡോൺലെഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രിങ്ക്സിൻ്റെയൊക്കെയാണ്. അത് ജ്യൂസുകളും സർബത്തും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഉള്ള ഒരു കടയാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കടമുറികൾ. ഇത് ബ്രോസ്റ്റഡ് ജംഗ്ഷൻ്റെ ആണോ എന്നറിയില്ല. എന്തായാലും ബ്രോസ്റ്റഡ് ചിക്കൻ്റെ സാധനമാണ് അവിടെ വരാൻ പോകുന്നുണ്ട്. കടയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 2 കടമുറികളാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. അത് നമ്മളിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഓക്യുപ്പൈഡ് ആയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് റേറ്റിൽ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അവരുടെ കോൺടാക്ട് നമ്പർ നമ്മളിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നീടെന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ടേബിളുകളും സീറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കോമൺ ഏരിയയിൽ അതിന് ക്ലീനിങ്ങിനുള്ള സ്റ്റാഫ്, അവിടുത്തെ ടേബിൾസ്, കസേരകൾ, ബെഞ്ചുകൾ അതെല്ലാം ഇവർ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സായ ഇവർ തന്നെ. വൈബ് എന്ന പേരിനെ തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ശരിക്കും നല്ലൊരു വൈബ് ഇടുന്നത്. നല്ല മൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മൂഡ് വല്ലാത്തൊരു മൂഡ് തന്നെ. രാത്രി ഇപ്പൊ 10 മണിയായി, എന്നിട്ട് ഇവിടുത്തെ ആ ഒരു ആൾക്കാരും തിരക്കും ഒരു മെട്രോ സിറ്റിയിൽ ഇരിക്കുന്നത് കണക്കത്തെ ഒരു ശരിക്കും ആ ഒരു വൈബാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എന്താണേലും പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇത്. നമുക്ക് എന്തായാലും ഇതിനകത്ത് ശരിക്കും ഒരു അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അവർക്ക് വന്നിരിക്കാനോ ഒരു ചായ കുടിക്കാനോ സംസാരിക്കാനോ ഒക്കെ ഒരിടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം വൈബാണ് ആ സാധനം കൊടുത്തിരിക്കുന്നത്.